ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ത്രില്ലർ മൂവീസ് ഒക്കെ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാറുണ്ടോ? അങ്ങനെ നിങ്ങൾ അതൊക്കെ കണ്ട് മനസ്സൊരു കോംപ്ലിക്കേറ്റഡ് മൂഡിൽ എത്തി നിൽക്കുവാണെങ്കിൽ അതൊന്ന് തണുപ്പിക്കാനായിട്ട് കുറച്ച് ഫീൽ ഗുഡ് മൂവീസ് കൂടെ സജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്രയും വേഗം ഇന്നത്തെ മൂവീസിലേക്ക് പോവാം. കം. ഓക്കെ, ലൈറ്റ് ഹാർട്ടഡ് മൂവീസ് ഇഷ്ടപ്പെടുന്ന മലയാളി ഓഡിയൻസ് നമ്മുടെ സ്വന്തം മൂവീസ് പോലെ തന്നെ തമിഴിൽ നിന്ന് വരുന്ന നല്ല ചിത്രങ്ങളും എപ്പോഴും സ്വീകരിക്കാറുണ്ടല്ലോ. സോ ഇന്ന് നമുക്ക് അത്തരത്തിൽ റീസെന്റ് ആയി ഇറങ്ങിയിട്ടുള്ള ധാരാളം നല്ല തമിഴ് ഫീൽ ഗുഡ് ചിത്രങ്ങളിൽ നിന്നും ഒരു 5 എണ്ണം നോക്കിയേക്കാം. കൂടെ അവ ലഭ്യമായിട്ടുള്ള OTT പ്ലാറ്റ്ഫോംസും. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫിഫ്ത്ത് മൂവി. തന്റെ കുടുംബത്തോടൊപ്പം സാധാരണ ജീവിതം നയിക്കുന്ന അവിവാഹിതനായ ഒരു IT ജീവനക്കാരനാണ് മോഹൻ. എന്നാൽ കൂർക്കംവലിയുടെ പ്രശ്നമുള്ളതിനാൽ എല്ലാവരും അവനെ പരിഹസിക്കുന്നു. കൂടാതെ മോഹന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം മോശമായതിനാൽ അവന്റെ ബോസ് അവനെ അവജ്ഞയോടെയാണ് കാണുന്നത്. കഥയുടെ മറുവശത്ത് നമ്മൾ ഒരു ഓഡിറ്റിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന അനു എന്ന അനാഥയായ പെൺകുട്ടിയെ കാണുന്നു. മോഹനും അനുവും അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുകയും ഇഷ്ടത്തിലാവുകയും മോഹന്റെ മാതാപിതാക്കളുടെ സമ്മതത്തോടെ അവർ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ മോഹന്റെ കൂർക്കംവലി എന്ന പ്രശ്നം അവരുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുന്നു. പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണ് കഥയുടെ ക്രക്സ്. ഒരു സാധാരണവും വളരെ നിസ്സാരവും എന്ന് കരുതപ്പെടുന്ന ഹെൽത്ത് ഇഷ്യൂ ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന എഫക്ട്സ് വളരെ റിയലിസ്റ്റിക്കും നാച്ചുറലുമായ കാഴ്ചകളിലൂടെയും അവതരിപ്പിക്കുന്ന സിനിമയാണ് 2023 പുറത്തിറങ്ങിയ ഗുഡ് നൈറ്റ് എന്ന റൊമാൻറ്റിക് കോമഡി സിനിമ. പുതുമുഖ സംവിധായകനായ വിനായക് ചന്ദ്രശേഖരൻ ഒരുക്കിയ ഈ ചിത്രം ലൈറ്റ് ഹാർട്ടഡ് മൂവീസ് കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു പ്ലസന്റ് വാച്ച് തന്നെയായിരിക്കും. നിലവിൽ ഹോട്ട്സ്റ്റാറിലാണ് കാണാൻ കഴിയുക. നമുക്കിനി 4th മൂവി നോക്കാം. കോളേജ് വിദ്യാർത്ഥികളായ മണികണ്ഠൻ, സിന്ധു എന്നിവർ കമിതാക്കൾ കൂടെയാണ്. വിചാരിക്കാതെ സിന്ധു പ്രഗ്നന്റ് ആവുകയും അതോടെ ഇരുവരുടെയും വീട്ടുകാർ അവരെ കൈയൊഴിയുകയും ചെയ്യുന്നു. അബോർഷൻ നടത്താം എന്ന മണിയുടെ തീരുമാനം സിന്ധു എതിർക്കുന്നു. ഒടുവിൽ അവളുടെ മെഡിക്കൽ എക്സ്പെൻസസ് കൈകാര്യം ചെയ്യാൻ മറ്റു മാർഗങ്ങളില്ലാതെ മണികണ്ഠൻ ഒരു വെയർ ഹൗസിൽ ജോലിക്ക് പോകാൻ തുടങ്ങുകയും അവർ ഒന്നിച്ചുള്ള താമസം ആരംഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിൽ അവർ തമ്മിലുള്ള സംഘർഷങ്ങൾ കൂടിക്കൂടി വരുന്നു. ഒരു ദിവസം അത് പരിധികൾ വിട്ട് ഒരു എക്സ്ട്രീം സിറ്റുവേഷനിലേക്ക് പോകുന്നു. എന്താണ് അവർക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്? പരിധികൾ കഴിഞ്ഞുള്ള അവരുടെ ആ വഴക്ക് പിന്നീട് അവരുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നൊക്കെയുള്ള കാഴ്ചകളാണ് 2023 എത്തിയ ഡാഡ എന്ന കമ്മിങ് ഓഫ് ഏജ് റൊമാൻറ്റിക് കോമഡി ഡ്രാമ ഫിലിമിൽ ഉള്ളത്. ബേസിക് ഹ്യൂമൻ ഇമോഷൻസ്, റിലേഷൻഷിപ്പ് എന്നീ ഫാക്ടേഴ്സിലൂന്നി നല്ല റൈറ്റിംഗിലൂടെയും മികച്ച ക്യാരക്ടറൈസേഷനിലൂടെയും ഒരു സിമ്പിൾ സ്റ്റോറിയെ മനസ്സിൽ തൊടുന്ന ഒരു സിനിമയാക്കി മാറ്റിയിരിക്കുന്നതാണ് കാണാൻ കഴിയുക. കവിൻ, അപർണ ദാസ് എന്നിവരുടെ പെർഫോമൻസസ്, ജെൻ മാർട്ടിന്റെ മ്യൂസിക് എന്നിവയാണ് മറ്റ് പ്ലസ് പോയിന്റ്സ്. ചിത്രം പ്രൈം വീഡിയോയിൽ കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് 3ാമത്തെ സിനിമ നോക്കാം. തന്റെ അച്ഛനും മുത്തച്ഛനും ഒപ്പം താമസിക്കുന്ന യുവാവാണ് തിരു. മുത്തച്ഛനുമായി വളരെ തീവ്രമായ ബന്ധമുള്ളപ്പോൾ തന്നെ തന്റെ അച്ഛനുമായി അയാൾക്ക് ആഴത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അവന്റെ അടുത്ത സുഹൃത്താണ് ചെറുപ്പം മുതലേ ഒപ്പം കളിച്ചു വളർന്ന ശോഭന എന്ന പെൺകുട്ടി. ഇവരെയൊക്കെ ചുറ്റിപ്പറ്റിയുള്ള ജീവിതത്തിനിടയിൽ തിരു ഒരു മോഡേൺ ലൈഫ് സ്റ്റൈലുള്ള പെൺകുട്ടിയെ പ്രണയിക്കുന്നു. പക്ഷെ അവൾ അവനെ റിജക്ട് ചെയ്യുന്നു. കൂടാതെ അധികം വൈകാതെ കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു ദുരന്തം കൂടെ ആവുമ്പോൾ അവന്റെ ജീവിതം വല്ലാതെ മാറിമറിയുന്നു. കുടുംബത്തിന്റെ സന്തോഷം പിന്നീട് തിരു വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതും അവന്റെ പ്രണയ ജീവിതം പിന്നീട് എങ്ങനെ പുരോഗമിക്കുന്നു എന്നുമൊക്കെയുള്ള മനസ്സിൽ തൊടുന്ന കഥപറച്ചിലാണ് 2022 തിരുച്ചിട്രമ്പലം എന്ന റൊമാൻറ്റിക് കോമഡി ഡ്രാമ സിനിമയുടേത്. അഭിനയിക്കുമ്പോഴുള്ള തന്റെ സ്ട്രോങ് ഫോർട്ടായ മെച്യൂർ ഫാമിലി ഡ്രാമയിൽ ധനുഷ് തിളങ്ങുന്നതിനൊപ്പം നിത്യ മേനൻ, പ്രകാശ് രാജ്, ഭാരതിരാജ എന്നിവരും ഇമ്പാക്ട്ഫുൾ ആയ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിലൂടെ ചിത്രം അവസാനിച്ചാലും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന തരം കാഴ്ചകളാണ് കാണാൻ കഴിയുക. പ്രൈം വീഡിയോ ആണ് OTT പ്ലാറ്റ്ഫോം. നമുക്കിനി 2nd മൂവിയിലേക്ക് പോകാം. ക്രിക്കറ്റിനോടുള്ള തന്റെ അമിതമായ അഭിനിവേശം കാരണം ഭാര്യയും മകളുമായുള്ള ബന്ധത്തിൽ പോലും വിള്ളലുകൾ വീഴുന്ന ഗത്ത് എന്ന ക്രിക്കറ്റ് പ്ലെയറായ മധ്യവയസ്കനെ കേന്ദ്രീകരിച്ചാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഗത്തിന്റെ മകൾ ദുർഗ അയൽ ഗ്രാമത്തിലെ ക്രിക്കറ്റ് ടീമിൽ ചേരുന്ന വളർന്നു വരുന്ന മികച്ചൊരു ക്രിക്കറ്റ് പ്ലെയറായ അൻപുമായി ഇഷ്ടത്തിലാകുന്നു. ദുർഗ ഗത്തിന്റെ മകളാണെന്നറിയാതെ അവൻ ആ ബന്ധം തുടർന്നു കൊണ്ടുപോവുകയും അതേസമയം പല കാര്യങ്ങളിലും ഗത്തുമായി വഴക്കുകളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അൻപിനെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം ദുർഗ അറിയിക്കുന്നതോടെ ഗത്ത് ഇതിനെ ശക്തമായി എതിർക്കുന്നു. അവനൊരു മിടുക്കനായ പ്ലെയർ ആണെന്ന് മനസ്സിലാവുന്ന ഗത്തിന് അതും അംഗീകരിക്കാൻ മനസ്സ് വരുന്നില്ല. പക്ഷേ സാഹചര്യവശാൽ ഒരവസരത്തിൽ ഒരേ ടീമിൽ കളിക്കേണ്ടി വരുന്ന ഇരുവർക്കും തങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മാറ്റിവെക്കേണ്ട അവസ്ഥ വരുന്നു. ഈ കാര്യങ്ങളും അവയുടെ തുടർച്ചയായി നടക്കുന്ന സംഭവങ്ങളുമാണ് 2024 ഏറ്റവും മികച്ച തമിഴ് സിനിമകളിൽ ഒന്ന് തന്നെയായ ലബ്ബർ പന്ത് എന്ന സ്പോർട്സ് ഡ്രാമ ഫിലിമിൽ നമ്മൾ കാണുന്നത്. ഇമോഷൻസ്, ക്യാരക്ടർ ഡെപ്ത് എന്നിവയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന മികച്ച കഥയും കഥാസന്ദർഭങ്ങളും ഉള്ളപ്പോൾ തന്നെ എന്റർടൈൻമെന്റ് വാല്യൂ ഒട്ടും നഷ്ടപ്പെടുത്താത്ത ഒരു കമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആയി കൂടെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് തമിഴരസൻ പച്ചമുത്തു എന്ന ഡെബ്യൂട്ടൻ ഡയറക്ടർ ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത്. അതിന് പൂർണ്ണമായ പിന്തുണ നൽകുന്ന പ്രകടനങ്ങളാണ് അട്ടക്കത്തി ദിനേശ്, ഹരീഷ് കല്യാൺ എന്നീ ലീഡ് ആക്ടേഴ്സും മറ്റുള്ള കാസ്റ്റും കാഴ്ചവെക്കുന്നത്.
ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഇന്ത്യൻ സിനിമ എന്ന ലേബൽ തന്നെ കൊടുക്കാൻ കഴിയുന്ന ലബ്ബർ പന്ത് നിലവിൽ ഹോട്ട്സ്റ്റാറിൽ കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇനി ഇന്നത്തെ ഒന്നാമത്തെ ചിത്രം കൂടെ നോക്കിയാലോ. 1996 തഞ്ചാവൂരിലെ തങ്ങളുടെ തറവാട് ഭാഗം വയ്പിന് ശേഷം അരുളും കുടുംബവും മെഡ്രാസിലേക്ക് താമസം മാറുകയും അവിടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നു. 22 വർഷങ്ങൾക്ക് ശേഷം ഒഴിവാക്കാനാകാത്ത ഒരു വിവാഹ ക്ഷണം സ്വീകരിച്ച് അതിൽ പങ്കെടുക്കാൻ അരുൾ തിരികെ തഞ്ചാവൂരിലേക്ക് വരുന്നു. അവിടെ വെച്ച് അയാൾ തന്റെ കാര്യങ്ങളിൽ അസാധാരണമായ ശ്രദ്ധ പുലർത്തി തന്നെ പരിചരിക്കുന്നതിൽ ഉത്സാഹം കാണിക്കുന്ന ബന്ധു എന്ന് കരുതപ്പെടുന്ന ഒരാളെ കണ്ടുമുട്ടുന്നു. പല സംഭവങ്ങൾക്കും ശേഷവും ഇത്രയും കരുതലുള്ള അവന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കാത്തതിൽ അരുളിന് കുറ്റബോധം തോന്നുന്നു. പിന്നീടുള്ള നാടകീയമായ ഇവന്റ്സിന് ശേഷം അരുളിന് അയാളുടെ യഥാർത്ഥ ഐഡന്റിറ്റി മനസ്സിലാകുമോ? സത്യത്തിൽ അവർ തമ്മിലുള്ള റിലേഷൻസ് എന്താണ്? ഇതൊക്കെ മനോഹരമായി പറഞ്ഞു വെക്കുന്ന ചിത്രമാണ് സി പ്രേംകുമാറിന്റെ സംവിധാനത്തിൽ കാർത്തി, അരവിന്ദ് സ്വാമി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ മെയ് അഴകൻ എന്ന 2024 ഡ്രാമ ഫിലിം. മനുഷ്യബന്ധങ്ങളെ പറ്റിയുള്ള വ്യത്യസ്തമായൊരു ടേക്ക് ഹൃദയസ്പർശിയായ കഥാപരിസരങ്ങളുടെ സഹായത്തോടെ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന മെയ്യഴകൻ സ്മരണകളും സൗഹൃദങ്ങളും വിരളമാകുന്ന ഈ കാലത്ത് അവ സൃഷ്ടിക്കുന്ന ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങളുടെ ഒരു നേർക്കാഴ്ച കൂടെയാണ്. സ്ലോ പേസ്ഡ് ആയി കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന ഏകദേശം 3 മണിക്കൂറോളം ദൈർഘ്യമുള്ള ചിത്രം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. പക്ഷേ ഫീൽ ഗുഡ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കും അപ്പുറം കഥ പറച്ചിലിന് ആവശ്യമായ പേസ് എന്താണെന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് നല്ല ചിത്രങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഏതൊരു സിനിമാ പ്രേമിയും തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ് മെയ്യഴകൻ. നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രത്തിന്റെ OTT പ്ലാറ്റ്ഫോം. ഇന്നത്തെ ഈ 5 ചിത്രങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളവയുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. ആദ്യം പറഞ്ഞ പോലെ ഇത്തരം നല്ല സിനിമകൾ ധാരാളമായി തന്നെ ഉള്ളതിനാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ ചിത്രങ്ങൾ ഇനിയുള്ള വീഡിയോസിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. കൂടാതെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നമുക്കപ്പോൾ വീണ്ടും കാണാം. അതുവരെ ബൈ.